ഇന്നത്തെ കോഴിക്കോടൻ വാർത്തയിലേക്ക് സ്വാഗതം. ഷിരൂരിലെ മണ്ണിടിച്ചിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ നീളുന്നു. പുഴയിൽ അടിയൊഴുക്ക് ശക്തമായതിനാൽ നാവികസേനയ്ക്ക് പുഴയിലേക്ക് ഇറങ്ങാനാകുന്നില്ല. ബോട്ടിൽ പുഴയിലിറങ്ങിയ നാവികസേന പ്രതികൂല സാഹചര്യത്തിൽ തിരിച്ചുകയറി. ഷിരൂരിൽ ശക്തമായ മഴ തുടരുകയാണ്. ചങ്ങാടം എത്തിച്ചുള്ള പരിശോധന ഇന്നുണ്ടാകും. പോണ്ടൂൺ സ്ഥാപിച്ച് അടിയൊഴുക്ക് പ്രതിരോധിച്ച് മുങ്ങിത്തപ്പാനാണ് ശ്രമം. മന്ത്രിമാരായ PM മുഹമ്മദ് റിയാസും AK ശശീന്ദ്രനും ഷിരൂരിലുണ്ട്. ട്രക്കിന്റെ സ്ഥിതിയെക്കുറിച്ച് ഐബോർഡ് പരിശോധനയിൽ കണ്ടെത്തിയ വിവരങ്ങൾ ഉൾപ്പെട്ട റിപ്പോർട്ട് ജില്ലാ ഭരണകൂടത്തിന് ലഭിച്ചു. ട്രക്ക് അല്പം ചരിഞ്ഞ നിലയിലാണ്. അടിയന്തരമായി കൂടുതൽ സൈനിക സഹായം ലഭ്യമാക്കണമെന്ന് അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് കത്ത് നൽകി. റോഡുകളിൽ AI ക്യാമറകൾ സ്ഥാപിച്ച് വർഷം പൂർത്തിയാകുമ്പോൾ ജില്ലയിൽ പിഴ ഇനത്തിൽ ഈടാക്കിയത് 11.70 കോടി രൂപ. 2023 ജൂൺ മുതൽ 2024 ജൂലൈ 9 വരെ 6,41,700 ഗതാഗത നിയമലംഘനം കണ്ടെത്തിയതിൽ നിന്നാണ് ഇത്രയും പിഴസംഖ്യ. പലയിടങ്ങളിലായി സ്ഥാപിച്ച 63 ക്യാമറകൾ പരിശോധിച്ച ശേഷമാണ് ഇത്രയും ലംഘനം റിപ്പോർട്ട് ചെയ്തത്. നോട്ടീസ് കൈപ്പറ്റിയവർ പിഴയടയ്ക്കാനെത്തുന്നത് കുറവാണെങ്കിലും ക്യാമറ വന്നതോടെ നിയമലംഘനങ്ങളിൽ കുറവ് വന്നതായാണ് വിലയിരുത്തൽ. 2023 ജൂണിൽ ഹെൽമറ്റ് ധരിക്കാത്തതിന് 24,531 നോട്ടീസ് അയച്ചിരുന്നു. എന്നാൽ 2024 ജൂണിൽ ഇത് 12,592 കുറഞ്ഞു. ഹെൽമറ്റ് ഇല്ലാത്ത യാത്രകൾ, വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോണിൽ സംസാരിക്കൽ, ഡ്രൈവറും മുൻ സീറ്റിലുള്ളയാളും സീറ്റ് ബെൽറ്റ് ഇടാതിരിക്കൽ, അമിത വേഗം തുടങ്ങിയവയ്ക്കെല്ലാം AI ക്യാമറ വഴി പിഴയിടുന്നുണ്ട്. ക്യാമറ കണ്ടെത്തുന്ന നിയമലംഘനം ചേവായൂർ കൺട്രോൾ റൂമിലെ ഉദ്യോഗസ്ഥ സംഘം പരിശോധിച്ച ശേഷമാണ് നോട്ടീസ് തയ്യാറാക്കുന്നത്. മുക്കം നഗരസഭയിലെ കാതിയോട് പ്രവർത്തിക്കുന്ന അനധികൃത ഗ്യാസ് റീഫില്ലിംഗ് കേന്ദ്രത്തിൽ സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥരുടെ റെയ്ഡ്. ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറിൽ നിന്നും വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന സിലിണ്ടറിലേക്ക് അനധികൃതമായി ഗ്യാസ് നിറയ്ക്കുന്ന കേന്ദ്രത്തിലാണ് റെയ്ഡ് നടത്തിയത്. പരിശോധനയിൽ നിരവധി ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന സിലിണ്ടറുകളും പിടികൂടി. ജനവാസ മേഖലയിൽ അപകടകരമായ രീതിയിലാണ് ഗ്യാസ് റീഫില്ലിംഗ് നടന്നിരുന്നത്. 3 യന്ത്രങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഗ്യാസ് നിറച്ചിരുന്നത്. ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തിയപ്പോൾ തൊഴിലാളികൾ ഓടി രക്ഷപ്പെട്ടു. ഉടമയെക്കുറിച്ച് അന്വേഷണം നടത്തിവരുന്നതായി സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. സ്ഥലം ഉടമയെ കണ്ടെത്തുവാൻ വില്ലേജ് ഓഫീസറോട് നിർദ്ദേശിച്ചതായും വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്നും സംഘം അറിയിച്ചു. വ്യാപാര സ്ഥാപനങ്ങളിലെ AC-യുടെ ചെമ്പ് പൈപ്പുകൾ കവർന്ന സംഘത്തെ കസബ പോലീസും ടൗൺ അസിസ്റ്റന്റ് കമ്മീഷണർ TK അഷ്റഫിന്റെ നേതൃത്വത്തിലുള്ള സിറ്റി ക്രൈം സ്ക്വാഡും ചേർന്ന് പിടികൂടി. കുറ്റിക്കാട്ടൂർ സ്വദേശി ശിവ, പുതിയങ്ങാടി സ്വദേശി സഫാദ്, മാവൂർ സ്വദേശി കൃഷ്ണകുമാർ എന്നിവരാണ് പിടിയിലായത്. ജൂലൈ 5-നായിരുന്നു കവർച്ച. കോർപ്പറേഷൻ സ്റ്റേഡിയം ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന ജനസേവന കേന്ദ്രത്തിന്റെ 8 AC-യുടെ ചെമ്പ് പൈപ്പുകളാണ് സംഘം കവർന്നത്. നിരവധി CCTV ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതികളെ തിരിച്ചറിഞ്ഞതും അറസ്റ്റ് ചെയ്തതും. കളവ് മുതലുകൾ നഗരത്തിലെ ആക്രിക്കടയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ വ്യക്തവും സഹകാരിയും കോൺഗ്രസ് നേതാവുമായ മരക്കാട്ടേരി ദാമോദരന്റെ വേർപാടിലൂടെ നാടിന് നഷ്ടമായത് തികഞ്ഞ ഗാന്ധിയനെ. സംഘടനാ കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന മരക്കാട്ടേരി K ഗോപാലൻ, M കമലം എന്നിവരോടൊപ്പമാണ് കോൺഗ്രസിലെത്തുന്നത്. ഗാന്ധിസം മുറുകെ പിടിച്ച് നിസ്വാർത്ഥ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മുഴുകി എതിർ പാർട്ടിക്കാരുടെയും അനുഭാവം പിടിച്ചു പറ്റിയിരുന്നു. അനുശോചന സമ്മേളനത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തികൾ സംസാരിച്ചു. ഇന്ധന ചോർച്ച മൂലം അടച്ചിട്ട പേരാമ്പ്ര കോഴിക്കോട് റോഡിലെ പഴയ പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ കലർന്ന വെള്ളം പൊതു ഓവുചാലിലേക്ക് ഒഴുക്കിവിട്ടത് നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടയാക്കി. പെട്രോൾ ടാങ്ക് മാറ്റി സ്ഥാപിക്കുന്നതിന് കുഴിയെടുത്തപ്പോൾ വന്ന പെട്രോൾ കലർന്ന വെള്ളമാണ് മോട്ടോർ ഉപയോഗിച്ച് പൊതു ഓടയിലേക്ക് പമ്പ് ചെയ്തത്. മലിനമായ വെള്ളവും മണ്ണും എറണാകുളത്തെ KEL-ന്റെ മാലിന്യ സംഭരണശാലയിലേക്ക് കൊണ്ടുപോയി സംസ്കരിക്കണമെന്ന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഉത്തരവ് കാറ്റിൽ പറത്തിയാണ് പമ്പ് അധികൃതരുടെ ഈ നടപടി. ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് പോലീസ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി, സാനിറ്ററി ഇൻസ്പെക്ടർ, ആരോഗ്യ വകുപ്പ് അധികൃതർ തുടങ്ങിയവർ സ്ഥലത്തെത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകി. പെട്രോൾ കലർന്ന വെള്ളം ഓടയിലൂടെ ഒഴുകി പേരാമ്പ്ര മരക്കാടി തോടിലേക്കാണ് എത്തുക. ഇതുമൂലം തോടുകളും നീർത്തടങ്ങളും ജലസ്രോതസ്സുകളും വ്യാപകമായി മലിനമാകും. പമ്പുടമയ്ക്കെതിരെ കേസെടുക്കണമെന്ന് ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ദേശീയപാതയിൽ വേങ്ങേരി ജംഗ്ഷനിലെ ഓവർപാസ് നിർമ്മാണം മന്ദഗതിയിൽ. കഴിഞ്ഞ ജൂൺ 18-ന് തീരുമെന്ന് പ്രഖ്യാപിച്ച നിർമ്മാണമാണ് ഇനി 1 മാസം എടുത്താലും തീരാത്ത വേഗതയിൽ നീങ്ങുന്നത്. വേങ്ങേരി ജംഗ്ഷൻ അടച്ചത് മുതൽ ബാലുശ്ശേരി കോഴിക്കോട് ഭാഗത്തേക്ക് തണ്ണീർപന്തൽ മാളിക്കടവ് വഴിയായിരുന്നു വലിയ വാഹനങ്ങൾ ഗതാഗതം നടത്തിയത്. വാഹനങ്ങളുടെ പെരുപ്പം മൂലം ഈ പാതയിൽ കുണ്ടും കുഴികളും രൂപപ്പെട്ടു. ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പിനുള്ള കുഴിയെടുത്തതും ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമാക്കി. ബാലുശ്ശേരി ഭാഗത്തേക്കുള്ള ബസ്സുകൾ ചെറുകുളം വഴി പോകുന്നുണ്ടെങ്കിലും യാത്രക്കാരെ ഈ ഭാഗങ്ങളിൽ നിന്ന് കയറ്റുന്നില്ല.
ഇതുമൂലം ഏറെ ദുരിതമാണ് യാത്രക്കാർ അനുഭവിക്കുന്നത്. കഴിഞ്ഞ മാർച്ച് 5-ന് കക്കയത്ത് കൃഷിയിടത്തിൽ കാട്ടുപോത്ത് ആക്രമണത്തിൽ കർഷകൻ പാലാട്ടിയിൽ എബ്രഹാം കൊല്ലപ്പെട്ടതിനെ തുടർന്ന് സമരം ചെയ്തവർക്കെതിരെ പോലീസ് കേസെടുത്തതിൽ പ്രതിഷേധം ഉയരുന്നു. കർഷകന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് കക്കയം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് നടത്തിയ പ്രതിഷേധ ധർണയിൽ പങ്കെടുത്തവർക്കെതിരെ പെരുവണ്ണാമൂഴി റെയിൻ ഫോറസ്റ്റ് ഓഫീസർ നൽകിയ പരാതിയെ തുടർന്നാണ് പോലീസ് കേസെടുത്തത്. അന്യായമായി സംഘം ചേർന്ന് മാർഗതടസ്സം സൃഷ്ടിച്ചതിനെതിരെ IPC 143, 147, 149, 283 വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. മലയോരത്തെ കർഷകരെ ദ്രോഹിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥ സമീപനത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുന്നുണ്ട്. ചാലിയാറിൽ പെട്ടെന്ന് രൂപപ്പെട്ട അടിയൊഴുക്കിനെ തുടർന്ന് നദീതീരത്തായി കെട്ടിയിട്ട ഫൈബർ വള്ളങ്ങൾ ഒഴുകിപ്പോയി. ഇന്നലെ വൈകിട്ടോടെയാണ് സംഭവം. 20ഓളം ഫൈബർ വള്ളങ്ങളാണ് നിയന്ത്രണം വിട്ട് ഒഴുകിയത്. കപ്പൽ പൊളിശാലയ്ക്ക് സമീപം പരസ്പരം ബന്ധിച്ച നിലയിലുള്ള ഫൈബർ വള്ളങ്ങളാണ് ഒഴുകിയത്. ശക്തമായ ഒഴുക്കിൽ കരയോട് കൂട്ടിക്കെട്ടിയ കയർ പൊട്ടിയതാണ് കാരണം. ഫൈബർ വള്ളങ്ങളിൽ തൊഴിലാളികൾ ആരുമുണ്ടായിരുന്നില്ല. ചാലിയത്ത് നിന്നും ചെറുവള്ളങ്ങളിലെത്തിയ മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരുമാണ് കടലിലേക്ക് ഒഴുകിപ്പോകാതെ വള്ളങ്ങളെ തുറമുഖത്തെ ടഗ്ഗിലും മറ്റു പലയിടങ്ങളിലുമായി ബന്ധിച്ചത്. ചാലിയം ബേപ്പൂർ സർവീസ് വൈകുന്നേരം നിർത്തിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. മാലിന്യങ്ങൾ കത്തിച്ച് വർക്ക്ഷോപ്പ് ഉടമയ്ക്ക് നാദാപുരം ഗ്രാമപഞ്ചായത്ത് 5000 രൂപ പിഴ ചുമത്തി. കല്ലാച്ചി ടൗണിലെ പെട്രോൾ പമ്പിന് സമീപം പ്രവർത്തിക്കുന്ന ലക്സസ് കാർ വർക്ക്ഷോപ്പിനെതിരെയാണ് നടപടി. രാത്രി സമയങ്ങളിൽ അടക്കം വർക്ക്ഷോപ്പിലെ മാലിന്യങ്ങൾ കത്തിക്കുന്നതായി പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്ത് അധികൃതർ നടത്തിയ പരിശോധനയെ തുടർന്നാണ് നടപടി. ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ K. സതീഷ് ബാബുവിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തി നടപടി സ്വീകരിച്ചത്. മാലിന്യങ്ങൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി N. ഷാമില അറിയിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.